ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് ധനുമാസം 15-ാം തീയതി, അതായത് 2016 ഡിസംബർ മാസം 30-ാം തീയതി. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നക്ഷത്രം 30 നാഴിക പൂരാടവും ബാക്കി ഉത്രാടവുമാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്. ബഹുമാന്യ ശർമാജി, ഞാൻ തൃശ്ശൂരിൽ നിന്ന് രമ്യ എഴുതുന്നു. വിദേശത്താണ് ജോലി. എനിക്ക് വളരെ താല്പര്യമുള്ള ജോലിയാണ്, നല്ല ശമ്പളവുമാണ്. പക്ഷേ ആ ജോലിയുടെ കോൺട്രാക്ട് കാലാവധി കഴിയാറായി. ഇനി പുതുക്കി എനിക്ക് ആ ജോലിയിൽ തന്നെ തുടരാൻ സാധിക്കുമോ? അതിനായി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിരിക്കുകയാണ്. ബുധദശയിലാണ് തൃക്കേട്ട നക്ഷത്രം ജനിക്കുന്നത്. 17 വർഷം ബുധദശ കിട്ടുന്നതിൽ ജനന സമയത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ഇവിടെ രമ്യയ്ക്ക് കിട്ടിയിരിക്കുന്നത് 15 കൊല്ലമാണ് ബുധൻ എന്ന ബുധദശാകാലം. പിന്നീട് 7 വർഷം ഖേതു എന്ന ദശാകാലവും ഉൾപ്പെടെ 22 വയസ്സുവരെ ഖേതുദശയും പിന്നീട് 20 കൊല്ലം ശുക്രദശയും ആയിരുന്നു 42 വയസ്സുവരെ. അതിൻ്റെ കൂടെ ഏഴരശനിക്കാലവും കൂടിയാണ്. വിശാഖം ഒടുവിൽ 15 നാഴികയും അനിഴവും കേട്ടയും ചേരുന്ന രണ്ടേക നക്ഷത്രക്കാർക്ക് 4 വർഷമായി ഏഴരാണ്ടൻ ശനി സഞ്ചരിക്കുകയും ആ ഏഴര ശനിയുടെ കാഠിന്യം 2016 ജനുവരി 26 ഭാഗികമായി വേർപെടുകയും അതുപോലെ തന്നെ സർവേശ്വരകാരകനായ വ്യാജഗ്രഹം 1000 ദോഷത്തെയും നശിപ്പിക്കുവാനും 1000 ദോഷത്തെ ശമിപ്പിക്കുവാനും 1000 ദോഷത്തെ കവർ ചെയ്ത് ഗുണഫലങ്ങൾ നേടിയെടുത്തു കൊടുക്കുവാനുള്ള ത്രാണിയുള്ള വ്യാജഗ്രഹം ലാഭസ്ഥാനത്തും നിൽക്കുന്ന ഈ രാശിക്കാർക്ക് താമസിക്കും ഭവനം, ഭരിക്കും ജോലി, എടുക്കും തീരുമാനം, ഫിക്സഡ് ഡിപ്പോസിറ്റ്, തുടർന്ന് വരുന്ന തൊഴിൽ രംഗം, അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതി, ആഹാരരീതി, ഔഷധ രീതി, ചികിത്സാരീതി, ഏതിലും എന്തിനും ഉണ്ടായിരുന്ന മാനസിക നിലവാരങ്ങൾ, പഠിക്കും വിഷയങ്ങൾ, പ്രവർത്തിക്കും ഉദ്യോഗം, കരുതൽ ധനം, സ്വർണാദികൾ, ഭൂമി, കെട്ടിടം, അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന എല്ലാ കർമ്മരംഗങ്ങളിലും ഒരു ഉടച്ചുവാക്കൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഉണ്ടാവുകയും ചെയ്യും. അതായത് ഏഴരശനി തുടങ്ങി ഏഴരശനി അവസാനിക്കുന്ന കാലം, അതിൽ ജന്മശനി എന്ന് പറയുന്ന അതിദുരന്തമായിരുന്ന ഒരു കാലഘട്ടമാണ്. ഈ രാശിക്കാർക്ക് സാമ്പത്തികപരമായ ഞെരുക്കവും വരവിൽ കൂടുതൽ ചെലവുകളും ശാരീരിക സ്ഥിതി വഷളാകുകയും ഔഷധം ദീർഘകാലത്തേക്ക് കഴിക്കേണ്ടി വരികയും അതുപോലെ തന്നെ ഓർത്തോ സംബന്ധമായിട്ടും പ്രമേഹം, പ്രഷർ മുതലായ രോഗങ്ങൾ, സർജറി ഇത്യാദി രോഗങ്ങളൊക്കെ വന്ന് പിടിപെടാനുള്ള സാധ്യതകളും, ഭർത്താവ് സന്താനക്ലേശം മുതലായത് സ്ത്രീകൾക്കും, ഭാര്യ സന്താനക്ലേശം മുതലായത് പുരുഷന്മാർക്കും, അതുപോലെ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് ഇടയ്ക്ക് തടസ്സം വരുവാൻ വിദ്യാർത്ഥികൾക്കും, ഉദ്യോഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ, ബിസിനസ്സുകളിൽ നഷ്ടകഷ്ടങ്ങൾ, ലാഭം കുറയുക, നിന്നു പോകുമോ എന്നുള്ള ഭയാശങ്കകൾ, അധികാരത്തിലിരിക്കും മഹൽ വ്യക്തികൾക്ക് അത് ഒഴിയേണ്ടി വരുമോ എന്നുള്ള ഭയവും അവിശ്വാസവും, അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള അതിഭയങ്കരമായ ക്ഷീണാവസ്ഥകളും ഒക്കെ സംഭവിച്ചു കൊണ്ട് ഇരിക്കവേ ജനുവരി 26 മുതൽ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരാൻ പോകുന്നു. സർവേശ്വരകാരകനായ വ്യാജഗ്രഹം ലാഭസ്ഥാനത്ത് സഹായഹസ്തവുമായി നിൽക്കുന്നതിനാൽ ഏതിനും എന്തിനും ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. കട ഉള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം, കേസുള്ളവർക്ക് അത് കോംപ്രമൈസ് ആകാനോ വിജയിക്കാനോ ഉള്ള സാധ്യത സത്യസന്ധമാണെങ്കിൽ അപേക്ഷകർക്ക് അനുകൂല മറുപടി, സാധുജനങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗങ്ങൾ, രോഗികൾക്ക് ആശ്വാസം, വൈദ്യശാസ്ത്രജ്ഞന്മാർക്ക് രോഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള വ്യഗ്രത, ഭരണകർത്താക്കൾക്ക് അതിൽ ബലസാനുള്ള യോഗങ്ങൾ,
ജനനായകന്മാർക്ക് ജനപിന്തുണകൾ, പ്രൊമോഷൻ കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള അവസരം, ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗപ്രവേശനം, ഗൃഹവസ്തുക്കൾ ഇല്ലാത്തവർക്ക് അതിനുള്ള യോഗം, ഇതെല്ലാം ജാതകത്തിലെ യോഗനിലകൾ അനുസരിച്ച് കയറ്റിയിറക്കം ഉണ്ടാകും എന്ന് മാത്രം. പക്ഷേ എല്ലാം സംഭവിച്ചിരിക്കും. അപ്പോൾ ഏഴര ശനി അനുഭവിച്ച് തീരാൻ പോകുന്നത് ജന്മശനിയുടെ കാഠിന്യം മാറാൻ പോകുന്നതുകൊണ്ട് ഈ 5 വർഷത്തെ കോൺട്രാക്ട് വ്യവസ്ഥ നിൽക്കുന്നു എന്നാണ്. പുതിയ വ്യവസ്ഥ ഉണ്ടാവും. അല്ലെ പുതിയ ഉദ്യോഗത്തിലേക്ക് പ്രവേശിക്കും. യാതൊരു സംശയവുമില്ല. ശനിക്ക് വേണ്ട ആ പിരിയാൻ പോകുന്ന ശനിയാണ്. ഒരു ഉദ്യോഗസ്ഥൻ, വൻകിട ഉദ്യോഗസ്ഥന്മാരാവട്ടെ അധികാരികളാവട്ടെ, നമ്മളിപ്പോൾ ഒരു മെമ്മോറാണ്ടം അല്ലെ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് പിരിയാൻ പോവുകയാണ്, അടുത്ത വരുന്ന ആൾ വേണ്ടത് ചെയ്തോളും, ഞാൻ ഇത് സൂക്ഷിച്ച് വെച്ചോളാം എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഉള്ള പരിഗണനകൾ അതിന് ദുഃഖശാന്തി തരുവാനുള്ള യോഗം ശനിക്കുണ്ട്. ഈ രാശിപ്പെട്ടവർക്ക് നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം എന്ന് തുടങ്ങുന്ന നീലാഞ്ജനാദി ശനിമന്ത്രങ്ങളെ സ്തോത്രങ്ങളെ കൊണ്ട് ശനിദേവനെ ശനിയാഴ്ച ദിവസം ഒരിക്കലെടുത്ത് വ്രതാനുഷ്ഠാനത്തോടെ നീരാഞ്ജനം, നെയ്വിളക്ക് മുതലായ വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നതും ജനുവരി 26 വരെ നല്ലതാണ്. ഏതിലും എന്തിലും പുതിയ ഉദ്യോഗലബ്ധി കിട്ടുവാനും ഒക്കെ ഉള്ള യോഗം ഈ രാശിക്കാർക്കുണ്ട്, ഈ മേടത്തിനുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. വളരെയധികം ഈ രാശിയെപ്പറ്റി സംസാരിക്കാനുണ്ട്. സമയപരിധി അറിയാവുന്നതാണ് പ്രേക്ഷകർക്ക്. എങ്കിലും കണിശമായിട്ടും പുതിയ ഉദ്യോഗത്തിലേക്കോ പുതിയ എഗ്രിമെൻറ്റിലേക്കോ കടക്കാൻ പോകുന്നു. നല്ല നല്ല വിശേഷങ്ങളുമായി വീണ്ടും വീണ്ടും ഈ രാശിക്കാർക്ക് നല്ല അവസരങ്ങൾ ഉണ്ടാവുന്നതാണ്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി. ദേവാമൃതം